കുഞ്ഞുങ്ങളിലെ സംസാരത്തിലെ വ്യക്തത കുറവ് വരുന്ന സമയത്ത് പല പാരന്റ്സും വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കേൾവിക്കുറവുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു അമ്മയ്ക്ക് പറ്റിയ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. 13 വയസ്സായ ഒരു കുട്ടിക്ക് നന്നായിട്ട് വ്യക്തത കുറവുണ്ടായിരുന്നു. അത് മാത്രമല്ല, പഠനത്തിൽ നല്ല പിന്നോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലോട്ട് ആ കുഞ്ഞിനെ മാറ്റി ചേർത്തിരുന്നു. പക്ഷെ ആ പുതിയ സ്കൂളിലോട്ട് എത്തിയപ്പോൾ അവിടെ നിന്നും ടീച്ചർക്ക് ഒരു സംശയം തോന്നി. കുഞ്ഞിന് പറയുന്നതിലുള്ള വ്യക്തത കുറവ് മാത്രമല്ല, അതുപോലെ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല, പലപ്പോഴും പല കാര്യങ്ങളും പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ കേൾക്കുന്നില്ല എന്നുള്ളൊരു സംശയം തോന്നി. അങ്ങനെ ആ ടീച്ചറുടെ നിർദ്ദേശപ്രകാരമാണ് അമ്മ കേൾവി കുറവ് ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനായിട്ട് കുഞ്ഞിനെ കൊണ്ടുവരുന്നത്. അങ്ങനെ കേൾവി പരിശോധന നടത്തിയപ്പോൾ ആ കുഞ്ഞിന് നല്ല രീതിക്ക് കേൾവി കുറവുണ്ടായിരുന്നു. ലോ ഫ്രീക്വൻസീസ് മാത്രമാണ് കുറച്ച് ബെറ്റർ ആയിട്ട് ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, കേൾവി സഹായി വെക്കേണ്ട ഒരു കണ്ടീഷനും കൂടെ ആയിരുന്നു. ഇപ്പൊ ആ കുഞ്ഞിന് കേൾവി സഹായി വെച്ച് സ്പീച്ച് തെറപ്പിയും ചെയ്യുന്നുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പലർക്കും പറ്റാം. അപ്പൊ ആ കേൾവി കുറവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഈ 13 വയസ്സ് വരെ ആ കുഞ്ഞിന്റെ കേൾവി കുറവ് കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അപ്പം ഈ പഠനത്തിലുള്ള പിന്നോട്ട് ഉള്ള പ്രശ്നവും കുഞ്ഞിന് കേൾക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരുന്നു എന്നുള്ളതും അവർ തിരിച്ചറിയാൻ വൈകിപ്പോയി. അപ്പൊ ആ ടീച്ചറുടെ ഒരു ഇടപെടൽ കൊണ്ടാണ് കുഞ്ഞിനിപ്പോ ശരിയായ രീതിയിലുള്ളൊരു ഇന്റർവെൻഷൻ കിട്ടിയത്. അപ്പോ എല്ലാ പാരന്റ്സും ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞിന് വ്യക്തത കുറവ് ഉണ്ടെങ്കിൽ കേൾവി കുറവുണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കുക. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. മറ്റുള്ള അമ്മമാർക്കായിട്ട് ഇത് ഷെയർ ചെയ്യുക. കേൾവിക്കുറവ്, കേൾവി സഹായികൾ, അതുപോലെ സ്പീച്ച് തെറപ്പി എന്നീ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ.